ഇത് എൻ്റെ ഭർത്താവ് ശശികുമാർ, എൻ്റെ പേര് ഉഷ. ഞങ്ങൾക്കൊരു മകനാണുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു വർഷം മുൻപ് എൻ്റെ ഭർത്താവിന് BP കൂടി സ്ട്രോക്ക് വന്നൊരു സൈഡ് തളർന്നു പോയി. അന്നിങ്ങനെ ഇരിക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്നും പറ്റാതെ ഒരേ കിടപ്പിലായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആശുപത്രിയിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ സ്ഥിതി വളരെയേറെ പരിതാപകരമായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചിരിക്കുമ്പോൾ എന്ന സമയത്താണ് ഞാൻ പ്രിയപ്പെട്ട സജി പാസ്റ്ററെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ വരികയും ഞങ്ങളുടെ വീഡിയോകൾ എടുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അനേകരിൽ നിന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും അനേകർ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കിടപ്പും അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾ വളരെയേറെ ഭാരപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ ഭവനത്തിന്റെ വാടക ശശിയേട്ടന്റെ വാടക ഒന്നും അവർ വാങ്ങുന്നില്ല. പക്ഷെ സജി പാസ്റ്റർ ഞങ്ങൾക്ക് വീഡിയോ ചെയ്തതനുസരിച്ച് വളരെയേറെ നമ്മുടെ വിശ്വാസികളായിട്ടുള്ളവരും അല്ലാത്ത ഉള്ളവരും ഒക്കെ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുന്നതിൽ ഉപരി ഞങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് 3,34,500 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി. ഇതിന് ഞങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇപ്പോൾ ഒരു വടിയുടെ സഹായത്തോടു കൂടി അത് നടക്കാറായി, ഇതുപോലെ എഴുന്നേറ്റിരിക്കാറായി. ഇതൊന്നും ഞങ്ങൾ നേരത്തെ കിടപ്പ് മാത്രമായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും അടുത്ത് വന്നിരുന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് പിടിച്ചിരുത്തണമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാനും നിൽക്കാനും വടിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ അടുത്ത് നിന്നിട്ടാണെങ്കിലും ഒന്ന് നടക്കാനും ഇതേ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന് നല്ലവരായിട്ടുള്ള എന്നെ സഹായിച്ചവരുടെ ഒരൊറ്റ മനസ്സും അവരുടെ സഹായം കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥനയും അതിലുപരി പ്രാർത്ഥനയും അതിന് എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. ചികിത്സയുടെ ബാക്കി തുക ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായി ബാക്കി 2,49,500 രൂപയുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കിടക്കാൻ ഞങ്ങൾക്കൊരു 5 സെന്റ് ഭൂമി, ഞങ്ങൾക്ക് ഒരു 3 സെന്റ് മതിയായിരുന്നു. പക്ഷെ 3 സെന്റ് പറ്റില്ല. ലൈഫിന്റെ വീട് കിട്ടണമെങ്കിൽ 4-5 സെന്റ് വസ്തുവെങ്കിലും വേണമെന്നുള്ളതാണ്. അതിന് പ്രകാരം ഞങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. 50,000 കുറവുണ്ട് അതിന്. 50,000 രൂപയുടെ കുറവ് ഞങ്ങൾക്ക്. 50,000 രൂപയുടെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു വീട് ഒരു സ്ഥലം 5 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റുമല്ലേ? അപ്പൊ ഈ വാടകയ്ക്ക് ഇപ്പൊ താമസിക്കുന്ന വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. പക്ഷെ അദ്ദേഹം വാടക ഒന്നും വാങ്ങിക്കുന്നില്ല. ഡിസംബർ മാസം ഒഴിയണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് അല്ലേ? ഇപ്പൊ ഒരു 50,000 രൂപയുടെ കിട്ടിയ ഒരു 5 സെന്റ് സ്ഥലം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു 50,000 രൂപ ഇല്ലാത്തത് കൊണ്ടാണ് അത് നടക്കാത്തതല്ലേ? നല്ല സഹായിച്ചവരൊക്കെ നമുക്ക് എന്നും ഓർക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് ഇതിനായി വഴിയൊരുക്കി തന്ന സജി പാസ്റ്ററും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും കൂടെ എല്ലാം ദൈവത്തിന്റെ മുഖാന്തരമാണ്. മുഖാന്തരമാണെങ്കിൽ അതിനൊരാള് ഞങ്ങൾക്ക് അതിനായി വഴിയൊരുക്കി തന്നുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ സഹായിച്ചവർക്ക് അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹായവും ഷെയറിംഗും കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ പ്രത്യേക ആവശ്യം. പ്രിയമുള്ളവരെ, എനിക്ക് ശശിയേട്ടനെ അറിയാം. ഞാൻ കൽപ്പറ്റ സെന്ററിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുവാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി പേരെ സഹായിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കെട്ടിടം പണിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന നല്ലൊരു മനുഷ്യനാണ്. കഴിഞ്ഞ ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഉണ്ടായ ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹത്തിന് പ്രഷറിൻ്റെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ വന്ന സമയത്ത് അദ്ദേഹത്തിന് മരുന്ന് മുടങ്ങി. അങ്ങനെ മരുന്ന് മുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് BP കൂടി അദ്ദേഹം പെട്ടെന്ന് വീണുപോയി. പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അവസാനം ഈ ആശുപത്രിയിൽ നടക്കാൻ പൈസ ഇല്ലാതെ വന്നു. നാട്ടുകാരൊക്കെ പിരിവെടുത്തിട്ടാണ് പിന്നീട് അവസാനം ഇറക്കിയത്. എന്നിട്ടും പൈസ തികയാതെ വന്നിട്ട് അന്നത്തെ സ്ഥലം MLA ഒക്കെ അതിനകത്ത് ഇടപെടുകയും അങ്ങനെ അദ്ദേഹത്തിന് പൈസയൊക്കെ ഇളവ് ചെയ്ത് കൊടുത്താണ് വന്നത്. പിന്നെയും വന്നപ്പോൾ പൈസ ഇല്ലായ്മ വന്നു, ചികിത്സ മുടങ്ങി. പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ പല പ്രാവശ്യം നമ്മളെ അവർ വിളിച്ചു. പക്ഷെ എനിക്ക് അന്നേരം ഒന്നും എത്തിപ്പറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നു. ഞാൻ ഈ വിഷയം ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ദൈവമക്കളൊക്കെ സഹായിച്ചു. എന്തായാലും ശരി, നല്ലൊരു ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചു. സർവോപരി അനേകരുടെ പ്രാർത്ഥനയാണ് അദ്ദേഹം ഇപ്പം എഴുന്നേറ്റ് നിൽക്കാനും ഇങ്ങനെ ഇരിക്കാനും ഒക്കെ കഴിഞ്ഞത്. അനേകരുടെ പ്രാർത്ഥനയാണ്. അത് പൈസകളൊന്നും അവർ നഷ്ടപ്പെടുത്തിയില്ല.
അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു 5 സെന്റ് ബാക്കിയുള്ള അവർ പൈസ മിച്ചം പിടിച്ച് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാനുള്ള ഒരു ക്രമീകരണം അവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എന്നോട് ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം കുറച്ച് പൈസ ലഭിച്ചുള്ളെങ്കിലും 3,38,500 രൂപ ലഭിച്ചുള്ളെങ്കിലും അവർ ആ ചികിത്സയുടെ ബാക്കി പൈസ അവർ ചെലവഴിക്കാതെ അവർ അത് സൂക്ഷിച്ചു വെച്ചല്ലോ. അപ്പോൾ ഒരു 5 സെന്റ് സ്ഥലം അവർ കണ്ടുവച്ചിട്ടുണ്ട്. വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞിരിക്കുന്നത്? 3,00,000 രൂപ വേണം വസ്തുവിന്. 60,000 രൂപ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഴുത്തുകൂലി 8,600 രൂപയാകും എഴുത്തുകൂലി. അപ്പൊ എല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ കുറവ് വരും. ഒരു 50,000 രൂപ കുറവ് വരുന്നുണ്ട് എല്ലാവരുടെ കൂടി വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയും ലഭിച്ച അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഒരു വീട് കൂടെ ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സഹായത്തിൽ പ്രിയ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ്. അന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, ചില സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അതിനൊരു ക്രമീകരണം ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഒരു 50,000 രൂപ കൂടെ അവർക്ക് ലഭിച്ചാൽ സ്ഥലം വാങ്ങാൻ കഴിയും. അതിനുവേണ്ടി പ്രത്യേകം ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പം 10 മണിക്ക് 10 മിനിറ്റേ ഉള്ളൂ. രാത്രി 10 മണി. ഞാൻ രാവിലെ 5:30 യാത്ര ചെയ്ത്, ഞങ്ങൾ ആനക്കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ആണ് ഞാൻ ഇവിടെ എത്തിയത്. ഇനി തിരിച്ചും ആനക്കാട്ടിലൂടെ പോകണം. പോയിട്ട് ഞങ്ങളിനി പോയിട്ട് കോഴിക്കോടാണെന്ന് താമസിക്കുന്നത്. അവിടുന്ന് നാളെ രാവിലെ വീണ്ടും പോകണം. പിന്നെ ഇവരുടെ ഈ ഒറ്റ വിഷയത്തിലാണ് ഞാൻ വന്നത്. ഈ ദൈവമക്കളെ പ്രത്യേകിച്ച് സഹായിക്കണം, പ്രാർത്ഥിക്കണം. ശശികരൻ എന്താ സംസാരിക്കാനുള്ളത്? വളരെ ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ. വളരെ കഠിനമായി അധ്വാനിക്കുന്ന, വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാലിപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും കർത്താവ് ഇത്രത്തോളം സൗഖ്യം തന്നല്ലോ. എഴുന്നേറ്റിരിക്കാൻ ഒരു കൃപ കർത്താവ് തന്നല്ലോ, കൊടുത്തല്ലോ. അതൊരു വലിയ എന്തായാലും ശരി, നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. കർത്തനാമത്തിൽ ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരെ അവരുടെ കണ്ണുനീരൊപ്പുവാൻ, അവർക്ക് ആശ്വാസം നൽകുവാൻ, അവർക്ക് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തണലായി തീരാൻ ദൈവം നമ്മളെ, അവരുടെ മനസ്സ് തണുപ്പിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച, ഇതിനുവേണ്ടി ഓരോ വീഡിയോ ഷെയർ ചെയ്ത, ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്തനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു മോനുണ്ട്. മോൻ എത്രയിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ സഹോദരിക്കും കിഡ്നി സംബന്ധമായ അസുഖമുള്ള ഒരു സഹോദരിയാണ്. കിഡ്നി സംബന്ധമായ അസുഖമുള്ള സഹോദരിയാണ്. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പേരൊന്നുകൂടെ? ശശികുമാറും ഉഷയും. ഓക്കെ, മോന്റെ പേര് ആയുഷ്. അവര് IPC കൽപ്പന സെന്ററിലുള്ള പുൽപ്പള്ളി ചർച്ചിൽ, IPC ചർച്ചിൽ ആണ് അവർ ആരാധനയ്ക്ക് പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പി എ തോമസ് പാസ്റ്ററാണ് അദ്ദേഹം പാസ്റ്റർ. ഞാൻ പിന്നെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഇന്ന് രാത്രി അദ്ദേഹത്തിന് വരാനായിട്ട് കഴിഞ്ഞില്ല, ഞങ്ങൾ ലേറ്റായിപ്പോയി. ഓക്കെ, അദ്ദേഹത്തിൻ്റെയും പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും ഈ കുടുംബത്തോടു കൂടെ ഉണ്ട്. ദൈവം ധാരാളം മാന്യത അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മോൻ 10ാം ക്ലാസ്സിലാണ്. എല്ലാവരും പ്രാർത്ഥനയും ചോദിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊന്നും അവൻ്റെ പഠനത്തെ ബാധിക്കരുത്. സ്നാനപ്പെട്ട കുഞ്ഞാണ്, ദൈവത്തെ അറിഞ്ഞ കുഞ്ഞാണ്. ദൈവം ഭയത്തോടുകൂടി ജീവിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ഒരു മക്കളും എല്ലാവരുടെയും പ്രാർത്ഥനയെ കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്, കുഞ്ഞിനും കൂടെ വേണ്ടി നമ്മുടെ സാഹചര്യത്തിൽ. ഒരിക്കൽ കൂടെ സന്തോഷ വർത്തമാനം ഞാൻ പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കിടപ്പായിരുന്നു, തീർത്തും കിടപ്പായിരുന്നു, എഴുന്നേക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് കസേരയിൽ ഇരിക്കാൻ ഉള്ള ഒരു കൃപ ലഭിച്ചു. അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ സഹായമാണ്, ഷെയറിംഗ് ആണ്, അതിൻ്റെ പങ്കാളിത്തമാണ്. നല്ല ചികിത്സ കിട്ടാൻ അതൊരു കാരണമായി തീർന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്.